പാമ്പ് കടിച്ചടാ. എന്തേ എന്തോ കടിച്ചു. പാമ്പാന്ന് തോന്നുന്നു. അയ്യോ അയ്യോ എന്റെ കൊച്ചിന് ഒന്നും പേടിക്കണ്ട കരയണ്ട കേട്ടോ. ഇവിടെയാണോ? കുഴപ്പമില്ല ചെറിയ കാര്യം നിസ്സാരം നമുക്ക് ശരിയാക്കാം. മോളെ കർച്ചീഫ് ഉണ്ടോ? എന്റെ ഇല്ല. അന്ന് ഞാൻ എന്റെ കർച്ചീഫ് തന്നെ എടുത്തു. ഒരു കുഴപ്പമില്ല, ഇപ്പൊ ശരിയാക്കാം കേട്ടോ. പേടിക്കല്ലേ മോൻ, പേടിക്കണ്ട കേട്ടോ. മോള് കിട്ടുന്നോ? അവളൊന്ന് കെട്ടിയതാട്ടോ, താൻ വേഗം ഒന്ന് കെട്ടാൻ നോക്ക്. ഞാൻ തന്നെ കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഒന്നും പേടിക്കാണ്ട് ഇപ്പൊ ശരിയാക്കാം. മുറുക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വിഷം മേലോട്ട് പോകത്തില്ല കേട്ടോ. നമ്മൾ കെട്ടിയേക്കുമല്ലേ, മൊത്തം കെട്ടിയേക്കും. ഈ വിഷം ഒത്തും മേലോട്ട് പോകത്തില്ല. സെറ്റിപ്പം വല്ലതും ഉണ്ടോ അതില്? മുറുക് ഒരിച്ചിരി വലുതാക്കാം കേട്ടോ. വലുതാക്കി വിഷം നമുക്ക് വിഷം ഇപ്പൊ വലിച്ചെടുക്കാം. മോനെ വലിച്ചോടാ. ഞാനോ? ആ വലിച്ചോ. ചേട്ടൻ വലിച്ചതാ, നിങ്ങൾ വലിച്ചോ. ആ നന്നായിട്ട് വലിക്കുക. വിഷം തൊപ്പിക്കള. ഒന്നുകൂടെ വലിച്ചു തോപ്പിക്കേ. മാമൻ പറയുന്നത് ചെയ്യും. ആ ഇനി ഒന്നും പേടിക്കാൻ. വേപ്പലിങ് പറിച്ചു മോളി പോയി. വേപ്പലിങ് പറിച്ചു ഇപ്പൊ ശരിയായി. കയ്യിൽ പിടിച്ചു നിസ്സാരം ആണെങ്കിൽ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ കൈ നിങ്ങൾ ഇത്ര നിസ്സാര കാര്യങ്ങൾക്കൊന്നും നിങ്ങളുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. നിനക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് നാളെ നോക്കാം. നാളെ കഴിഞ്ഞു എന്നേലും ഒന്ന് പോയാൽ മതി. ഇതിപ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊന്നും എപ്പോഴും ഓടി ഹോസ്പിറ്റലിൽ പോകരുത് കേട്ടോ. ഒന്നുമില്ല പേടിക്കാനില്ല കേട്ടോ. നാളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? എവിടെ പോകേണ്ട വീട് പണിയാ? എന്റെ പൊന്നെ അമ്മാവ, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. അമ്മാവന്റെ പണി കഴിഞ്ഞു, എന്നാൽ ഞങ്ങൾ പോട്ടെ. അത് കഴിഞ്ഞു. എന്നാലും കൊച്ചത് എവിടെ ആരെയില്ല കണ്ടുപിടിച്ചു. എന്നെ പറ്റുമക്കളെ? അയ്യോ പേടിക്കരുത്. അത് ആദ്യം കൈ ഒന്ന് താത്ത് വെച്ച് നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൈ അനക്കാൻ പാടില്ല. അപ്പോൾ മോഷൻലെസ് ആയിട്ട് വെക്കണം കേട്ടോ. ഒരു പാനിക് ആവരുത്, ടെൻഷൻ ആവരുത്, നിങ്ങളവരെ പേടിപ്പിക്കരുത്, കുടുംബിക്കുക. നമുക്ക് വണ്ടി വിളിക്കാം. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ആൻറ്റി വെനം ലഭ്യമാകുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. നമുക്ക് നമ്മുടെ സൈഫിൻ്റെ ആശുപത്രിയിലോട്ട് പോകാം. ഓക്കെ, ഞാൻ അവിടുത്തെ ആംബുലൻസ് വിളിക്കാം. ഹലോ, TMM ഹോസ്പിറ്റലല്ലേ? ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ഇന്നും പാമ്പുകടി ഏറ്റാൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. പച്ചമരുന്ന് പുരട്ടുക, വിഷഹാരിയെ കൊണ്ട് ചികിത്സിപ്പിക്കുക, മുറിവിന് മുകളിൽ മുറുക്കിക്കെട്ടുക തുടങ്ങി പല അഭിപ്രായങ്ങൾ. പാമ്പുകടി ഏറ്റാൽ ഉടൻ തന്നെ ആൻറ്റിവെനം ചികിത്സ ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി. വിഷചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യമാണ് തിരുവല്ല മെഡിക്കൽ മിഷനുള്ളത്. മലയോര മേഖലയിൽ പാമ്പുകടി മരണം കൂടിയിരുന്ന കാലത്ത് പ്രതിഫലമേതും തന്നെയില്ലാതെ ആൻറ്റിവെനം ലഭ്യമാക്കിയിരുന്നു എന്നത് TMMന് എന്നും അഭിമാനകരമാണ്. ഇന്നും തിരുവല്ല മെഡിക്കൽ മിഷൻ വിഷചികിത്സയിൽ മുൻപിൽ തന്നെ.